തീർച്ചയായും ജാമ്യം കിട്ടിയതിൽ സന്തോഷം പങ്കുവയ്ക്കുന്നു. കാരണം ചെയ്യാത്ത കുറ്റത്തിന് കഴിഞ്ഞ 9 ദിവസമായിട്ട് ഈ 2 പ്രായമായ കന്യാസ്ത്രീ അമ്മമാർ ജയിലിലായിരുന്നു. മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ് നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും നടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് 2 കന്യാസ്ത്രീ അമ്മമാരെ ഇല്ലാത്ത കേസുണ്ടാക്കി കള്ളക്കേസുണ്ടാക്കി ജയിലിലടച്ചത്. എന്നിട്ടത് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ ഗവൺമെൻറ്റിന് വേണ്ടി അതിശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും ഗവൺമെൻറ് അന്വേഷണത്തിൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് എന്നാണ് ഇന്നും കോടതിയിൽ അവരാവശ്യപ്പെട്ടത്. ഇന്നും കോടതിയിൽ അപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജാമ്യം കൊടുക്കരുത്, അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് എന്നാണ് ഇന്നും പ്രോസിക്യൂഷൻ വാദിച്ചത്. അതേസമയം ബജറംഗ് ദളിന് വേണ്ടി വന്ന അഭിഭാഷകരെല്ലാം ഒരു കാരണവശാലും ഒരു തരത്തിലും ഇവർക്ക് ജാമ്യം കൊടുക്കരുത്, വലിയ ക്രിമിനലുകളെ പോലെ, വലിയ കൊലക്കുറ്റം ചെയ്ത ക്രിമിനലുകളെ പോലെയാണ് ഈ കന്യാസ്ത്രീമാരെക്കുറിച്ച് ഇവർ പറഞ്ഞ് പരത്തിയിരുന്നത്. അപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നതിനൊന്നും യാതൊരു പ്രസക്തിയില്ല, ദേശീയ നേതൃത്വം പറയുന്നതിനും ഒരു പ്രസക്തിയില്ല. അവരെല്ലാവരും ഇതിൽ കൂട്ടുനിൽക്കുകയായിരുന്നു. സംഘപരിവാറിന് ബജറംഗ് ദളിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവരുടെ ഗവൺമെൻറ്റിനെ, ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടന്നത്.